ഇന്ന് നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിനായി ഒരു പാൻ എടുക്കുക, അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യുക. കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതുപോലെ തന്നെ 1 ടീസ്പൂൺ പെരുംജീരകം എന്നിവ ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഇളക്കുക. ശേഷം അത് കുറച്ച് മൂത്ത് വരുമ്പോഴത്തേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് ഉപ്പിടുക. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കുക. വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന റൈസ് എടുക്കുക. റൈസ് എടുത്തിട്ട് അത് നമ്മൾ ഇടുക. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കൈമ റൈസാണ്. കൈമ റൈസ് യൂസ് ചെയ്തിട്ട് നമ്മളത് അടച്ച് വെച്ച് വേവിക്കുക. അതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ നാരങ്ങനീരും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. അതിനുശേഷം മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 3 കഷ്ണം ഇഞ്ചി, 12 വെളുത്തുള്ളി, 2 പച്ചമുളക് എന്നിവ ഇടുക. ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ കൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്ക് അതങ്ങനെ വെക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ വറുത്തിട്ടാണ് നമ്മൾ ചിക്കൻ ബിരിയാണി വയ്ക്കാൻ പോകുന്നത്. അതിലേക്ക് ഒരു പാൻ എടുക്കുക. പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. കോക്കനട്ട് ഓയിൽ ഒഴിച്ച ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ നല്ലതായിട്ട് വറുത്ത് വരികയാണെങ്കിൽ, വറുത്ത് നമ്മൾ കറി വയ്ക്കുകയാണെങ്കിൽ ചിക്കൻ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഗ്രേവിയാണ് ഇനി നെക്സ്റ്റായിട്ട് തയ്യാറാക്കേണ്ടത്. ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്യുക, സവാള ആഡ് ചെയ്യുക. അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം തക്കാളി 2 തക്കാളി ആഡ് ചെയ്യുക. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച് ആഡ് ചെയ്യുക. കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ചിക്കൻ മസാല എന്നിവ ആഡ് ചെയ്യുക. കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ വെച്ച് അതിനുശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ആക്കുക. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായി അതിന് വേവിച്ചെടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി, സവാള നമ്മൾ പൊള്ളിച്ചെടുക്കുകയാണ്, വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചിക്കനും ചോറൊക്കെ റെഡി ആയിരിക്കുന്നു. അതിനുശേഷം നമുക്കത് ദം ഉണ്ടാക്കാം. നമ്മുടെ ഈസി ചിക്കൻ ബിരിയാണി റെഡി ആയിരിക്കുന്നു.